റാഫി കഥെഴുതി നാദൃശ്യ സംവിധാനം ചെയ്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ. ഈ സിനിമയിലൊരു പുതുമുഖ നായകനുണ്ട്. ആ നായകൻ വേറെ ആരുമല്ല, റാഫിയുടെ മകൻ തന്നെയാണ്. അപ്പോൾ റാഫി കഥ എഴുതിയോണ്ട് റാഫിൻ്റെ മകൻ തന്നെ നായകനായി എന്ന് പറയാം. പിന്നെ അർജുൻ അശോകൻ മറ്റൊരു നായകനാണ്. സിനിമ നല്ലൊരു തീം ഉള്ള നല്ലൊരു മൂവിയാണ്. പിന്നെ ഈ സിനിമയിൽ പറയാനുള്ളത്, ഇപ്പോൾ ഏത് പൊട്ടനും നല്ലൊരു കഥയുണ്ടെങ്കിൽ സിനിമ ഹിറ്റാവും എന്നുള്ളൊരു രീതിയിലേക്കാണ് സിനിമ പോയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ നടന്മാരും തന്നെ അവരെ സിനിമ നിർമ്മിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കഥ നല്ലതാണെങ്കിൽ ഏത് പൊട്ടനും നായകനാവാം, അല്ലെങ്കിൽ നടനാവാം, നല്ലൊരു സ്റ്റാർ ആവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയെ പറ്റി പറയാം നമുക്ക്. റാഫിയുടെ മകൻ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖ നായകനാണെങ്കിലും ആ ഒരു നല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെയ്ത വേഷങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ അശോകൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ദേവിക സഞ്ജീവ് വളരെ നന്നായിട്ടുണ്ട്. ഒരു നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് ഡ്രഗ് മാഫിയനെ സംബന്ധിച്ചിട്ടാണ് ഈ സിനിമ ഫുള്ള്. ഡ്രഗ് ഡീലിങ്ങും ഡ്രഗ് മാഫിയും ഉച്ചി നടക്കുന്ന ഇതൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ഉള്ളത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കേസ് വിസ്താരത്തിലൂടെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു ബൈജു ആണ് ഇങ്ങനെ കേസിനെ പറ്റിയിട്ട് ഓരോ സംഗതികൾ ഇങ്ങനെ ഓരോരോ വ്യക്തികളോട് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ സിനിമയിൽ. പിന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത കോമഡികളുണ്ട്. പിന്നെ അതുപോലെ പാട്ടുകളും അത്ര കുഴപ്പമില്ലാത്തൊരു സോങ്സും ഉണ്ട്. പിന്നെ സിനിമയുടെ എഡിറ്റിങ്ങും ആർട്ട് വർക്കൊക്കെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നാദൃശ്യൻ്റെ സിനിമ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ട് സിനിമക്ക്. പിന്നെ കുറേ നാദൃശ്യൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് സിനിമയിൽ. ഒരു സിനിമാ നടൻ സ്വന്തം സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ ഈ സിനിമയ്ക്കൂടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മളെ രോമാഞ്ചത്തിലെ ആത്മാവേ പോവിൻ്റെ ആ മ്യൂസിക്കൊക്കെ ഉണ്ട്. എന്തായാലും സിനിമ വൺ ടൈം വാച്ചിങ്ങിനുള്ളൊരു മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഫാമിലിയായിട്ട് ചിലപ്പോൾ ഇഷ്ടമാവും. എന്തായാലും ഇപ്പോഴത്തെ ജനറേഷൻ കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. കോമഡിയും ഉണ്ട്, ഒക്കെ കൂടി ഉള്ള ഒരു ചെറിയൊരു മൂവി. രസമുണ്ട്, കണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുക.